ഹായ് ഹലോ, പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് അനന്തപുരിക്കാരും നയനയുടെ വീട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് വിഷു ആഘോഷിക്കുവാണ്. ഒരു പ്രശ്നവും കൂടാതെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇനിയുള്ള ജീവിതം മുന്നോട്ട് പോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും അനന്തപുരിയിലുള്ള എല്ലാവരും വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇതിനിടയിലും ഇപ്പോൾ നയനയും കനകയൊക്കെ വിഷുക്കണി കണ്ടു. ശേഷം കനക എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുത്തു. സന്തോഷത്തോടു കൂടി അവർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുവാണ്. ഇതുപോലെ തന്നെ അനന്തപുരിയിലുള്ള എല്ലാവരും രാവിലെ എണീറ്റ് കുളിച്ചൊരുങ്ങി സുന്ദരിയും സുന്ദരന്മാരുമായിട്ട് നേരെ കണ്ണന്റെ മുന്നിൽ വന്ന് നിന്ന് ശ്രീകൃഷ്ണനെ കണി കണ്ടു. എന്നിട്ട് അങ്ങനെ അവർ കൈനീട്ടമൊക്കെ കൊടുക്കുവാണ്. എന്നാൽ എല്ലാവരും കൂടി നിൽക്കുമ്പോഴും അവിടെ ഒരാളെ മിസ്സിംഗ് ആണ്. വേറെ ആരുമല്ല, അനാമിക. അപ്പൊ അനാമിക എവിടെയെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴാണ് ജാനകി പറഞ്ഞത് അനാമിക ഉറങ്ങുവാണ്. രാവിലെ ഞാൻ അവളെ വിളിച്ചുണർത്തിയതാണ്, പക്ഷേ കുറച്ചു നേരം കൂടി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും കിടന്നുറങ്ങി. അപ്പോൾ ഉടനെ തന്നെ അനി എടുത്തു പറഞ്ഞു അവളെ വിളിച്ചതാണ്, പക്ഷെ അവൾ ആദ്യമേ കണ്ണു തുറന്നതിന് ശേഷം മുകളിലോട്ടാണ് നോക്കിയത്. ഇനി അവൾ എന്തിനാണ് കണി കാണുന്നത്, വെറുതെ എന്തിനാ മുത്തശ്ശി വെറുതെ നമ്മുടെ സമയം കൂടി വേസ്റ്റ് ആക്കുന്നേ എന്നൊക്കെയുള്ള രീതിയിൽ അനാമികയെ കുറ്റം പറയുമ്പോഴും അത് മുത്തശ്ശിക്ക് ഭയങ്കര വിഷമായി. എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് അനാമിക മാത്രം ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടുന്നത് അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അനാമിക സ്വയം കണ്ണ് പൊത്തിക്കൊണ്ട് പതുക്കെ താഴോട്ട് നടന്നു വരുവാണ് കണി കാണാനായിട്ട്. അപ്പോൾ അമ്മ എന്നെ ഒന്ന് പിടിക്കാമോ, ഞാൻ കണ്ണ് തുറക്കാതെ വിഷുക്കണി കാണാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞ് അനാമിക പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്ന് തിരിഞ്ഞ് നിൽക്കുന്നതും കാല് തട്ടി താഴെ വന്ന് വീണു. ജാനകി പെട്ടെന്ന് പോയി പിടിച്ചെണീപ്പിച്ചു. അങ്ങനെ കണി കൊണ്ട് കാണിച്ചു. അങ്ങനെ അനാമിക എണീറ്റ് വന്നത് വേറൊന്നിനുമല്ല, മുത്തശ്ശന്റെ കയ്യിൽ നിന്നും കിട്ടുന്ന കൈനീട്ടത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവിടെ നിറയെ സ്വർണ്ണങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അനാമിക മനസ്സിൽ പറയുകയും ചെയ്തു, കൈനീട്ടമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു സ്വർണം കിട്ടിയിരുന്നെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു എന്ന്. അങ്ങനെ ആദ്യമേ വീട്ടിലെ ഇളയ മരുമകളെ തന്നെ മുത്തശ്ശൻ കൈനീട്ടം കൊടുക്കാനായിട്ട് വിളിച്ചു. അങ്ങനെ വിളിച്ചതിന് ശേഷം നാണയം, 1 രൂപ നാണയമാണ് മുത്തശ്ശൻ കൈനീട്ടം കൊടുത്തത്. അത് വാങ്ങിച്ച പാടെ തന്നെ അനാമികയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ 2000 രൂപ കിട്ടിയേനെ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു നാണയവും കൈനീട്ടം തരും എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി. പക്ഷേ പൈസയ്ക്കല്ല, അവരെ മൂല്യം തരുന്നത് സ്നേഹത്തിന് തന്നെയാണ്. അങ്ങനെ അവരെ കൈനീട്ടമൊക്കെ മേടിച്ചു. സാധാരണ എല്ലാ വർഷവും ജാനകിയും ജലജയും ദേവയാനിയും ഒരുമിച്ചായിരുന്നു അമ്പലത്തിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അവർ മാത്രമല്ല, എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു. പക്ഷേ രാവിലെ തന്നെ ദേവയാനി ആരോടും പറയാതെ അമ്പലത്തിലേക്ക് പോയത് ജലജയും ജാനകിയും ഒരുപാട് സംശയത്തിനിടയാക്കി. ഈ കാര്യം മുത്തശ്ശിയോടും അവർ വന്ന് പറയുകയും ചെയ്തു. അങ്ങനെ വിഷു കൈനീട്ടം മാത്രമല്ല, പടക്കമൊക്കെ പൊട്ടിച്ച് ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. അനന്തപുരിയിലാണെങ്കിലും നയനയുടെ വീട്ടിലാണെങ്കിലും. അങ്ങനെ ഇപ്രാവശ്യത്തെ വിഷു നല്ലതുപോലെ ആഘോഷിച്ചു എങ്കിൽ പോലും ചെറിയൊരു സംശയത്തിന് ഇടയാക്കിയതിന് ശേഷമാണ് ദേവയാനി അനന്തപുരിയിൽ നിന്നും പോയത്. വേറൊന്നുമല്ല, എല്ലാ വർഷവും ദേവയാനി എല്ലാവർക്കും ഒപ്പം ഒരുമിച്ചാണ് അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം ആരോടും പറയാതെ രാവിലെ തന്നെ വിഷുവെല്ലാം കൈനീട്ടെല്ലാം കിട്ടിയിട്ട് ദേവയാനിയെ രാവിലെ അമ്പലത്തിൽ പോയത് ജലജയും ജാനകിയും വല്ലാതെ അങ്ങ് ചെറിയ സംശയത്തിനിടയാക്കി. ഇത് മുത്തശ്ശിയോട് അവർ പറഞ്ഞുവെങ്കിലും കരള് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം, കരള് മാറ്റിവെച്ച ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ദേവയാനിയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. എന്നാൽ അവൾ അമ്പലത്തിലല്ലേ പോയത്, അല്ലാതെ വേറൊന്നിനും അല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോകണമെങ്കിൽ പോയിക്കോ, അല്ലാതെ വേറെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തിനെ നിസ്സാരമായിട്ട് മുത്തശ്ശൻ സോൾവാക്കി വിട്ടു. പക്ഷെ എങ്കിൽ പോലും ജാനകിയും ജലജയും പോയിട്ട് മുത്തശ്ശൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ദേവയാനിയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ എന്തൊക്കെയോ അവൾ മറയ്ക്കുന്നുണ്ടെന്ന് മാത്രം അറിയാം എന്ന് മുത്തശ്ശിയോട് പറയുകയുണ്ടായി. ദേവയാനി നേരെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രസാദം എല്ലാം വാങ്ങിയതിന് ശേഷം നേരെ അവിടെ നിന്ന് നയനയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ദേവയാനിയെ പിന്തുടർന്നുകൊണ്ട് ആദർശം വരുന്നുണ്ടായിരുന്നു. ആദർശം നോക്കിയപ്പോൾ അമ്മ അമ്പലത്തിൽ പോയി. അപ്പോൾ ആദർശിനെ നിശ്ചയം ഉറപ്പിച്ചു അമ്മ അമ്പലത്തിൽ തന്നെയാണ് പോയത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ ആദ്യത്തെ കാര്യം ശരിയാണ്. എന്നാൽ അമ്പലത്തിൽ നിന്നും അമ്മ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നാണ് ഇനി എനിക്ക് അറിയേണ്ടത് എന്ന് ആദർശ് പറയുകയുണ്ടായി. അങ്ങനെ ദേവയാനി പോകുന്ന കാറിന് പിന്നാലെ പിന്തുടർന്നുകൊണ്ട് ആദർശം പോയി. നേരെ ദേവയാനിയുടെ കാറ് എത്തി നിന്നത് നയനയുടെ വീട് മുറ്റത്തേക്കാണ്.
അപ്പോൾ നയനയുടെ വീട്ടുമുറ്റത്തേക്ക് കാർ എത്തി നിന്ന ഉടനെ തന്നെ ആദർശ് ഉറപ്പിച്ചു, ഞാൻ വിചാരിച്ചതെല്ലാം ശരിയാണ്, നയനയും അമ്മയും ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്, അവർ തമ്മിൽ സ്നേഹത്തിലാണ്. എന്നാൽ ഇനി എന്തായാലും ഇതിനുള്ള ശിക്ഷ, അതായത് ഇത്രയും നാളും എന്നെ കബളിപ്പിച്ചതിനുള്ള ശിക്ഷ ഞാൻ എന്തായാലും അവർക്ക് കൊടുത്തിരിക്കും എന്ന് ദേഷ്യത്തോടു കൂടി പറഞ്ഞുകൊണ്ടാണ് ആദർശ് തിരികെ പോയത്. ദേവയാനി നേരെ അകത്തേക്ക് കയറി, എന്നിട്ട് എല്ലാവരെയും കണ്ടു, സന്തോഷത്തോടു കൂടി എല്ലാവർക്കും കൈനീട്ടം കൊടുത്തു. കൈനീട്ടം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും കൂടി നടന്നു. കൈനീട്ടം കൊടുത്തതിന് ശേഷം നന്ദുവിനും കൈനീട്ടം കൊടുത്തു. അങ്ങനെ വിഷുവിൻ്റെ കാര്യങ്ങളും പിന്നെ ഓരോ വിശേഷങ്ങളും അനന്തപുരിയിലെ വിശേഷങ്ങളും ദേവയാനി പറയുന്നതിൻ്റെ ഇടയിലാണ് നന്ദു എന്താ ഒന്നും മിണ്ടാത്ത് നിൽക്കുന്നത് എന്ന ഒരു കാര്യം ദേവയാനി ചോദിക്കുന്നത്. എന്നാൽ ഈ വെറുതെ നിൽക്കുന്നതാ, അപ്പോൾ അനി നിനക്കിന്ന് മെസ്സേജ് ഒന്നും ഇട്ടില്ലേ, വിഷു ആശംസകളൊന്നും പറഞ്ഞില്ലെന്ന് ചോദിച്ചു. എന്നാൽ ഇതുവരെ മെസ്സേജ് വന്നില്ല എന്ന് പറയുമ്പോഴാണ് ദേവയാനി ഇന്നലെ അനിയുടെ കരണം പൊട്ടിച്ചുകൊണ്ട് ഒരു അടി കൊടുത്ത കാര്യത്തെ പറ്റി പറയുന്നത്. എന്തിനാണ് അടി കൊടുത്തത് എന്നുള്ള വിശദീകരണവും ദേവയാനി നൽകി. ഇനി എന്തായാലും എനിക്കറിയാം, ഇപ്പോൾ ആദ്യമേ ഇപ്പോൾ അനിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ സമരം ചെയ്യുന്നതിന് അർത്ഥമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാം, ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കാതിരിക്കാം, അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വിവാഹം നടത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ നയനയും നവ്യയും പിന്നെ നിന്റെ അമ്മയൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മറച്ചു വെക്കാതെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും ഉറപ്പായിട്ട് വിവാഹം നടന്നേനെ. ഞാൻ അപ്പോൾ ദേഷ്യത്തിലായിരുന്നു എങ്കിൽ പോലും വിവാഹം നടന്നേനെ. പക്ഷേ നിങ്ങൾ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചതാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് കാരണമായത്. അനിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇനി നന്ദു അനിയുടെ പിറകെ പോകുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല. എനിക്കറിയാം അനിയാണ് മോളെ ശല്യം ചെയ്യുന്നത്, മോളുടെ പിന്നാലെ വരുന്നത് എന്ന് എനിക്കറിയാം. ഞാൻ അവനോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോള് ക്യാമ്പിന് പോയതിന് ശേഷം ആ സമയത്ത് ഞങ്ങൾ അനിയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചോളാം എന്നുകൂടി ദേവയാനി പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ നന്ദു ശരി, ഞാനായിട്ട് ഇനി ഒന്നിനും പോകത്തില്ല, ഞാനായിട്ട് ഇനി അനിയുടെ പിറകെ പോകത്തില്ല എന്ന് നന്ദു ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഈ ഒരു സംസാരങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അനന്തപുരിയിൽ ദേവയാനിയെയും ആദർശിനെയും ചുറ്റുപറ്റിയുള്ള സംസാരങ്ങളാണ് നടക്കുന്നത്. ജയനും അജയനും പരസ്പരം ഇരുന്ന് പറയുന്നുണ്ട്, സാധാരണ എല്ലാ വിഷുവിനും ഒരുമിച്ചല്ലേ ആദർശം ഒരുമിച്ചല്ലേ അമ്പലത്തിൽ പോകുന്നത്, എന്നാൽ ആദർശും ദേവയാനിയും സെപ്പറേറ്റഡ് ആയിട്ട് അമ്പലത്തിൽ പോയത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, ആദർശം എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, അവൻ എന്തോ ടെൻഷനുണ്ട്. ഇന്നലെ തന്നെ കണക്ക് കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞത് വേറെ എന്തൊക്കെയോ ബന്ധമില്ലാത്ത രീതിയിലാണ് കണക്കിന്റെയും പൈസയുടെ ഒക്കെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. എനിക്കറിയത്തില്ല, ആദർശിന്റെ മനസ്സിൽ എന്തോ സങ്കടമുണ്ടെന്ന് അജയൻ ജയനോട് പറഞ്ഞു. അപ്പോൾ ജയനും അത് സമ്മതിച്ചു കൊടുത്തു. എന്നാൽ മുത്തശ്ശനും വന്നപ്പോൾ ഇതിനെപ്പറ്റി ജയനും അജയനും ആദർശിനെ പറ്റി സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ആദർശ് വന്നത്. ആദർശ് വന്ന പാടെ തന്നെ ആദർശിനോട് ഇതിനെപ്പറ്റി ചോദിച്ചു. എന്നാൽ ആദർശ് പറഞ്ഞ കാര്യം, എൻ്റെ മനസ്സിലൊരു സങ്കടമുണ്ട്, അത് ഒരാളെ കുറിച്ച് മാത്രമല്ല രണ്ടാളെ കുറിച്ചുള്ള സങ്കടമുണ്ട്, അതെന്താണെന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, പക്ഷേ ഞാൻ വഴിയെ അത് പറഞ്ഞിരിക്കും എന്നുകൂടി ആദർശ് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അജയന്റെയും ജയനയുടെയും നെഞ്ചൊന്ന് കിടുങ്ങി. ഒരുപാട് നാളുകൾ പിണങ്ങിയിരുന്നതിന് ശേഷം നയനയും ആദർശും വീണ്ടും ഒന്നിച്ചതാണ്. അത് വീണ്ടും കലഹത്തിലേക്കാണോ എന്നാണ് അവരുടെ മനസ്സിൽ ചിന്ത. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? നയനയുടെയും ദേവയാനിയുടെയും ബന്ധം അനന്തപുരിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അനാമികയുടെ ചതി പുറത്താവുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.